ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയത്തെ അധികരിച്ചാണ് നാം ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനിടയായത്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞ് നിർത്തിയത് ദൈവത്തിൽ ഉള്ള സ്വഭാവവിശേഷങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നാം കാണുന്നു എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് സർവശക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇനി തിരിച്ചു പോകാൻ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: നമ്മുടെ ശരീരം മണ്ണിൽ ലയിച്ചു ചേർന്നാലും ആ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവപുത്രനോട് അനുരൂപപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വ്യാപാരശക്തി അല്ലെങ്കിൽ ദൈവശക്തി എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ശരീരത്തെ, മണ്ണിൽ ലയിച്ചു ചേർന്ന ശരീരത്തെ, അഴുകിപ്പോയ ശരീരത്തെ അവൻ വീണ്ടും ജീവിപ്പിക്കും. എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം അവസാനിപ്പിച്ചത്. അവനെപ്പോലെ, അവന് തുല്യമായി നാം ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. ഇത് ദൈവശക്തിയുടെ ഏറ്റവും അപാരമായ ഒരു പ്രവർത്തനമാണ് എന്ന കാര്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് നാം അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാൻ വിചാരിക്കുന്നത് ദൈവത്തിലുള്ള മറ്റൊരു സ്വഭാവ വൈശിഷ്ട്യം കർത്താവായ യേശു ക്രിസ്തുവിൽ വളരെ വ്യക്തമായി നാം കാണുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ സർവജ്ഞാനമാണ്. എല്ലാം അറിയുന്ന അവൻ്റെ നില. അവനെല്ലാം അറിയാം. നമ്മുടെ കർത്താവിന് മറവായിട്ടുള്ളതോ നിഗൂഢമായിട്ടുള്ളതോ ആയതൊന്നുമില്ല. എല്ലാം അവന് അറിയാം. അതവൻ്റെ ജ്ഞാനമാണ്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള ഒരു പ്രവചന വാക്യമാണത്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. അതിൻ്റെ 1-ാം വാക്യം മുതൽ ചേർത്ത് അങ്ങ് വായിക്കാം. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുള എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനുള്ള ഒരു പേരാണ്, ഒരു അപരനാമമാണ്. നമുക്കറിയാം, ദാവീദിനോട് ചേർത്ത് നമ്മുടെ കർത്താവിനെ പല നിലകളിൽ പരാമർശിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഒരു പേര് നാം വായിക്കുന്നത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി 2 പേരിലേക്ക് ഒതുക്കി കൊണ്ടുവന്നാൽ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തു എന്നാണ്. തലമുറകൾ അതല്ല വരുന്നത്. എന്നാൽ അതിപ്രധാന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അബ്രഹാമിനെയും ദാവീദിനെയും കൊണ്ടുവരാം. അപ്പോൾ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് തികച്ചും സംഗതമാണ് എന്നുള്ളത് നാം അറിയുക. അതുപോലെ ഇവിടെ പറയുന്ന ആ വാക്കും അതിനോട് ചേർത്ത് തന്നെയാണ്. ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുള, അത് കർത്താവിൻ്റെ ഒരു പേരാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വാണരുളുന്ന സിംഹാസനത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അവൻ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നാണ്. പല നിലകളിൽ നാം അവനെ കാണുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് കർത്താവിനെക്കുറിച്ചുള്ള ഒരു പ്രവചന പരാമർശമാണ്. എന്താണ് അവനെക്കുറിച്ച് പറയുന്നത്? 2-ാം വാക്യത്തിൽ നാം വായിച്ചത് അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ഒരു പ്രത്യേകത അത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണ്. അതിൻ്റെ ഒടുവിൽ വായിച്ചത് അത് പരിജ്ഞാനത്തിൻ്റെയും
ആത്മാവാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്മേൽ ആവസിക്കുന്ന ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ കർത്താവ് ജ്ഞാനിയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത്. ഈ പ്രവചനവാക്യം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മുടെ മുൻപാകെ നിലകൊള്ളുകയാണ്. അവൻ ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ ആത്മാവുള്ള ദൈവമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പല പരാമർശങ്ങളും ഈ ബന്ധത്തിൽ ശ്രദ്ധേയമാണ്. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്കുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? എൻ്റെ പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പിതാവായ ദൈവത്തെ അറിയുന്ന ആൾ എന്ന് പറയുന്നത് പുത്രനാണ്. തന്നെയല്ല, പുത്രന് ആർക്കെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തി കിട്ടിയവനും പിതാവിനെ അറിയാൻ സാധിക്കും. പക്ഷേ അതിൽ പരിമിതിയുണ്ട് എന്ന കാര്യം നമുക്കറിയാം. കാരണം പുത്രൻ അറിയുന്നത് പോലെ നമുക്കാർക്കും പിതാവായ ദൈവത്തെ അറിയാൻ സാധ്യമല്ല. അത് ഒരു വസ്തുതയാണ്. ഞാൻ ഈ വിഷയത്തിൻ്റെ ഇടയിൽ പിന്നൊരിക്കൽ ആ വാക്ക് പറയാൻ ശ്രമിക്കാം. എങ്കിലും ഈ വാക്ക് പ്രത്യേകിച്ച് ഓർക്കുക. ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ, പിതാവായ ദൈവത്തെ ശരിക്കും അറിയുന്നവൻ പുത്രനായ യേശുക്രിസ്തുവാണ്. ഈ ദൈവപുത്രൻ എന്ന് പറയുന്നത് തന്നെ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവം എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്. ഞാനത് ലളിതവൽക്കരിച്ച് പറയുകയാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് സംശയിക്കേണ്ട. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മകനാണ് മനുഷ്യപുത്രൻ, അല്ലേ? നമുക്കറിയാം. ഒരു ആടിൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുമാടാണ്. അത് സുവ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഒരു സിംഹത്തിൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ സിംഹമാണ്. ദൈവപുത്രൻ എന്ന് പറയുന്ന പരാമർശം തന്നെ ക്രിസ്തു ദൈവമാണ്, ദൈവത്തിൻ്റെ മകൻ ദൈവമാണ്, നമുക്കറിയാം. അപ്പോൾ ആ പ്രയോഗം തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അനിഷേധ്യമായി തെളിയിക്കുന്ന കാര്യമാണ്. ലളിതമായ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്ക്. മനുഷ്യൻ്റെ കുട്ടി മനുഷ്യനാണ്, സിംഹത്തിൻ്റെ കുട്ടി സിംഹമാണ്, കരടിയുടെ കുട്ടി കരടിയാണ്, ആടിൻ്റെ കുട്ടി ആടാണ്. ദൈവത്തിൻ്റെ പുത്രൻ ദൈവമാണ്. ആ ദൈവപുത്രനെക്കുറിച്ച് പറയുകയാണ്, അവനാണ് പിതാവായ ദൈവത്തെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്. പിന്നെ അവൻ വെളിപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നവൻ. അതായത് തൻ്റെ ജനത്തെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കും ദൈവത്തെ അറിയാം, പക്ഷേ നമ്മുടെ അറിവുകൾ തമ്മിൽ അപാരമായ അകലമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ, അതായത് ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്ന് കർത്താവ് പറയുന്ന ഭാഗത്ത് എൻ്റേതെല്ലാം നിൻ്റേത്, നിൻ്റേത് എൻ്റേത് എന്ന് പറയുന്ന ആ വാക്കിൽ നമുക്കറിയാം ആ അവകാശവാദവും വിട്ടുകൊടുക്കലും ദൈവവും പുത്രനുമായിട്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. വേറെ ആർക്കും അതിന്മേൽ അവകാശം പറയാൻ കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവർ വാക്ക് വായിക്കുന്നുണ്ട്, ഞാൻ പിന്നാലെ ഉദ്ധരിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും. കർത്താവ് ഒരിക്കലും നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടില്ല. ജനത്തെ നോക്കിയിട്ട് നമ്മുടെ പിതാവായ ദൈവം നമ്മൾ പറയുന്ന പോലെ കർത്താവ് പറഞ്ഞിട്ടില്ല, അവന് പറയാൻ സാധ്യമല്ല. ആ പിതാവ് ദൈവപുത്രന് ഒരു പ്രത്യേക നിലയിലുള്ള പിതാവാണ്, ദൈവസാരാംശത്തിലുള്ള ബന്ധമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നാം ദൈവമക്കളാണെങ്കിലും ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം തീരുന്നു എന്ന് വരികിലും നാമും പിതാവും തമ്മിലുള്ള ബന്ധം വ്യത്യസ്തമായിരിക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് വളരെ കൃത്യമായി വ്യത്യസ്തമായിട്ട് പറഞ്ഞത്, എൻ്റെ പിതാവ് അവൻ തന്നെയാണ് നിങ്ങളുടെ പിതാവ്. പക്ഷേ നിങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പോൾ പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം നമുക്ക് അവകാശപ്പെടാൻ സാധ്യമല്ല. അത് ദൈവ സാരാംശത്തിലുള്ള അനിഷേധ്യമായ ബന്ധമാണ്. ഞാൻ പിന്നെ ഓർപ്പിക്കാം. അപ്പോൾ ഈ വാക്ക് ശ്രദ്ധിക്കുക. യേശുക്രിസ്തുവിനെ പോലെ പിതാവിനെ അറിയുന്നവരായിട്ട് ആരും ഇല്ല. മാത്രമല്ല കർത്താവിന് സാധാരണ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. ഞാൻ ആ വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല.
ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം പത്രോസിനെ വിളിക്കുന്ന രംഗമാണ്. ലൂക്കോസ് 5-ന്റെ ആദ്യത്തെ വാക്യങ്ങൾ. അവിടെ ഒരു രാത്രി മുഴുവനും മീൻ പിടിക്കാൻ ശ്രമിച്ചു, അവർ പരാജയപ്പെട്ടു. ഒന്നും കിട്ടാതിരുന്ന സമയത്താണ് കർത്താവ് അവരോട് പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിൻ. അവരിറക്കിയപ്പോൾ അവർക്ക് വലിയ മീൻകൂട്ടം ലഭിക്കാനിടയായി. ലളിതമായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസിൻ്റെ നേതൃത്വത്തിൽ 5-6 ശിഷ്യന്മാർ പിന്മാറിപ്പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുകയാണ്. ആ പോയ പോക്കിൽ അവർക്ക് ഒന്നും ആ രാത്രി കിട്ടിയില്ല. കർത്താവ് കരയിൽ നിൽക്കുകയായിരുന്നു. കർത്താവരോട് ചോദിച്ചു, കൂട്ടാൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ഇന്ന ഭാഗത്ത് വല വീശുവിൻ. ഒരിക്കലൊരു ദേവദാസൻ പറഞ്ഞത്, പത്രോസിന് മീൻപിടുത്തത്തിൽ കഴിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വെള്ളം മണത്തു നോക്കി ഏതെല്ലാം മീൻ ഏതെല്ലാം ഭാഗത്തുണ്ടെന്ന് പത്രോസിന് അറിയാമായിരുന്നു. അത്രയ്ക്കും മീൻപിടുത്ത കാര്യത്തിൽ കഴിവുള്ളവനായ പത്രോസ് മീൻ കിട്ടാതെ വളരെ ദുഃഖിതനായി നിന്ന രാത്രിയിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇന്ന ഭാഗത്ത് വലവീശ്. അവന് മത്സ്യത്തിൻ്റെ ഗതിയെ അറിയാൻ പ്രയാസമില്ലായിരുന്നു എന്ന് മാത്രമല്ല, മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ, മത്തായി 17:27 നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, കരം കൊടുക്കേണ്ട സമയമായല്ലോ, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിടുക. ഒരു മീൻ ആ കൊളുത്തിൽ പെടും. അതിൻ്റെ വാ തുറക്കുമ്പോൾ ആ വായ്ക്കകത്ത് 4 പണം കാണും, ചതുർദ്രഹ്മ പണം കാണും എന്ന് പറഞ്ഞു. ആ പണത്തിൽ 2 നിനക്കും 2 എനിക്കും എന്ന് കർത്താവ് പറഞ്ഞു. നോക്കണേ, ഒരു സമുദ്രത്തിൽ ആയിരക്കണക്കിന് മത്സ്യകുടുംബങ്ങൾ ഉള്ളതിൽ ഒരു മീനിൻ്റെ വായിൽ നാണയമുണ്ട്, പണമുണ്ട് എന്നും ആ പണത്തിൻ്റെ തോത് എത്രയാണെന്നും അറിയാവുന്ന ഒരു കർത്താവ്. അതവൻ്റെ അപാരമായ ജ്ഞാനത്തിൻ്റെ തെളിവായിട്ട് നാം കാണുകയാണ്. എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ അണ്ഡകടാഹത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങളെപ്പോലും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് ഈ ഭാഗത്തുകൂടെ നമ്മെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, അത് വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പരസ്യവേലയുടെ ആദ്യത്തെ സമയമാണ്. 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാനാവിൽ കല്യാണ വീട്ടിൽ വെള്ളം അവൻ വീഞ്ഞാക്കി. അത് കഴിഞ്ഞ് അവൻ ദേവാലയത്തിലേക്ക് പോയി ദേവാലയം ശുദ്ധീകരിപ്പാനായിട്ടിടയായി. പക്ഷേ ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 24-ഉം 25-ഉം വാക്യങ്ങളിൽ, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അവന് തൻ്റെ അടുക്കൽ വരുന്നവരെ ശരിക്കും അറിയാം. നമുക്ക് അവരുടെ ഇടപാടുകളും വർത്തമാനത്തിൽ വെളിപ്പെടുത്തുന്ന ആ വിശ്വസ്തതയൊക്കെയാണ് ആളെ വിലയിരുത്താനുള്ള മാർഗം എന്ന് പറയുന്നത്. ചിലരുടെ നോട്ടമോ ചില വാക്കുകളോ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, ഇവനെ വിശ്വസിക്കാനായിട്ട് കൊള്ളുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത്, അവൻ അങ്ങനെ അവരുടെ വർത്തമാനം കേട്ടിട്ടോ ശരീരനില നോക്കിയിട്ടോ അല്ല. ആ എഴുതിയ വാക്ക് അത്യന്തം ശ്രദ്ധേയമാണ്. എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. അടുത്ത വാക്യം, മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അതായത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളെയും വ്യക്തമായിട്ട് അറിയാം, ഓരോ ആളുകളെയും. ഞാൻ കഴിഞ്ഞ ദിവസം ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിൽ ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാൻ പോയ ആ ഉപമ, ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ആദ്യത്തെ 1-2 വാക്കുകൾ, നമ്മുടെ കർത്താവ് എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. യോഗത്തിന് വരുന്ന ആളുകളെ, യാഗത്തിനായിട്ട് വരുന്ന, ദേവാലയത്തിലേക്ക് വരുന്ന ആളുകളെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ചുങ്കക്കാരനുണ്ട്, അതിൽ പരീശനുണ്ട്. അവർ 2 പേരെയും കർത്താവ് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അവരവിടെ വന്നിട്ട് എന്തു ചെയ്യുന്നു എന്നവർ ശ്രദ്ധിക്കുകയാണ്. ദൈവാലയത്തിൽ വന്നിട്ട് ഇവരെന്താ പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, അത് മുഴുവൻ കർത്താവ് ശ്രദ്ധിക്കുകയാണ്. ഒടുവിൽ നാം വായിക്കുന്നത്, അവരാ ദൈവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് എന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് അതിപ്രധാനമായ ഒരു വാക്ക് പറഞ്ഞത്, ഒരുത്തൻ പോയത് നീതീകരിക്കപ്പെട്ടവനായിട്ടാണ്, മറ്റവനോ
അങ്ങനെയല്ല. ഇത് ഒരു പ്രസംഗവേദിയല്ല എന്നെനിക്കറിയാം എന്ന് വരികിലും ഞാനൊരു വാക്ക് ചേർത്ത് പറയട്ടെ. നമ്മുടെ കർത്താവിന് എല്ലാവരെയും അറിയാം. നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് പോലെയല്ല അവൻ കാര്യങ്ങളെ കാണുന്നത്. അവനെല്ലാം നഗ്നവും മലർന്നതുമാണ്. ഇവിടെ നാം യോഗത്തിനായിട്ട് വരുമ്പോൾ നാം വളരെ ഭവ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് വരുന്നു എന്നുള്ള ഭയഭക്തി നമുക്കുണ്ട്. ആ അവബോധത്തോടു കൂടെയാണ് വരുന്നത്, അതെനിക്കറിയാം. പക്ഷേ നമ്മുടെ ഹൃദയ നില വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരുവൻ്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി നാം ഇരിക്കുന്നത്. വരുന്നവരെ അവൻ ശ്രദ്ധിക്കുകയാണ്. വന്നു കഴിഞ്ഞ് നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവൻ ശ്രദ്ധിക്കുന്നു. ഒരുപക്ഷെ അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളോ നമ്മുടെ ചിന്തയുടെ വ്യാപ്തിയോ അത് എവിടെയെല്ലാം ചെല്ലുന്നു എന്നുള്ളതോ ഒരുപക്ഷെ അടുത്തിരിക്കുന്നവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല, മനസ്സിലാക്കാൻ സാധ്യവുമല്ല. എന്നാൽ വന്ന് ഇരുന്ന് നാം എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് മനോഭാവത്തോടെ നാം ഇരിക്കുന്നു എന്നുള്ളത് യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായിട്ടറിയാം. മാത്രമല്ല, യോഗം കഴിഞ്ഞ് നാം തിരിച്ചിറങ്ങുമ്പോൾ അവൻ ശ്രദ്ധിക്കുകയാണ് എങ്ങനെയാണ് അവൻ മടങ്ങിപ്പോകുന്നത്. വന്നതുപോലെയാണോ, മാറ്റമുള്ളവനായിട്ടാണോ, അവനറിയാം, അവൻ ശ്രദ്ധിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ കണ്ടത് മനുഷ്യനിൽ ഉള്ളതെന്താണെന്ന് അവന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് അവനോട് ആരുമൊന്നും പറയേണ്ട കാര്യമില്ല. നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന ആൾ ശരിയല്ല എന്ന് പറയണ്ട, നല്ലവനാണ് എന്ന് പറയണ്ട, ഈ സഹോദരൻ കുറച്ച് ആത്മീയ താല്പര്യമുള്ളവനാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. മനുഷ്യനിലുള്ളത് എന്താണ് എന്ന് അവനറിയാം. ലോകത്തിൽ വേറെ ആർക്കും അങ്ങനെ അറിയാൻ സാധ്യമല്ല. മനുഷ്യനെ ശരിയായിട്ടും അറിയുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് അവൻ ചെയ്ത കാര്യം തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല. കാരണം ആളുകൾ ശരിയല്ലെന്നുള്ളത് അവൻ അറിയാം എന്നുള്ളതിനാൽ അവനെ തന്നെ അവർക്കായിട്ട് വിട്ടുകൊടുത്തില്ല. അവൻ സൂക്ഷിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം അവരെ അവൻ അറിയാമായിരുന്നു, അവരുടെ നിരൂപണം അവന് അറിയാമായിരുന്നു എന്നുള്ളത് ഈ ഭാഗത്തുനിന്ന് കാണുകയാണ്. നാം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ രംഗത്ത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡികയിലെ വാക്കാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ ഒരു പക്ഷപാത രോഗിയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സമയത്ത് അവനോട് കർത്താവ് പറഞ്ഞ വാക്കിതാണ് 5-ാം വാക്യത്തിൽ, മകനെ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ ശാസ്ത്രിമാരുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇവൻ ദൈവദൂഷണം പറയുകയാണ്. 6-ാം വാക്യം, ദൈവദൂഷണം എന്നവർ പറയുന്നത് വെറുതെയല്ല. 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് പറഞ്ഞു എന്നല്ല, ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അതായത് ഇതാർക്കാ പാപമോചനം കൊടുക്കാൻ കഴിവുള്ളത്? ദൈവത്തിനല്ലേ, വേറെ ആർക്കും സാധ്യമല്ലല്ലോ. ഇപ്പോൾ ഈ നസ്രയത്തിൽ നിന്നുള്ള ഈ മനുഷ്യൻ പറയുകയാണ് നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ദൈവം പറയേണ്ട വാക്കല്ലേ, അതെങ്ങനെ ഇവന് പറയാൻ കഴിയുക എന്ന് അവർ ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ, അതിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അതായത് തുറന്നൊന്നും പറഞ്ഞതുകൊണ്ടല്ല, വായിൽ നിന്നൊരു വാക്ക് വന്നതുകൊണ്ടല്ല, അവരുടെ മനസ്സ് അവൻ വായിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവിന് മറവായിട്ടൊന്നുമില്ല. ആളുകളെ അറിയാം, അവരുടെ വിചാരങ്ങളെ അറിയാം, അവർ മനസ്സിൽ വെക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ സകലവും അവൻ അറിയാം. അവന് മറവായിട്ട് ഒരു വാക്കുപോലും ഇരിക്കുന്നില്ല. ഈ പ്രസ്താവനയെ ശക്തിപ്പെടുത്തുന്ന മറ്റനേക സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാനത് മുഴുവനായിട്ട് വിടുകയാണ്. മനുഷ്യരെ കർത്താവിന് ശരിയായിട്ട് അറിയാമായിരുന്നു എന്നാണ് ഇവിടെ നാം വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമ്മുടെ കർത്താവിൻ്റെ മാളികമുറിയിലെ പ്രസംഗത്തിൻ്റെ ഒടുവിൽ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞ ഒരു വാക്കാണ്. 30-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു.
കർത്താവിനോട് അവർ പറഞ്ഞ വാക്കാണ്. അതായത് നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാരണം നിനക്ക് സകലവും അറിയാം എന്നുള്ളതാണ്. ഞാൻ ഈ വാക്ക് അങ്ങനെയധികം വാക്യം വായിച്ച് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഈ വാക്യങ്ങൾ ശ്രദ്ധേയമായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മുടെ കർത്താവിന് സകലവും അറിയാം, എല്ലാം അറിയാം. നീ സകലവും അറിയുന്നു. നിന്നെ പഠിപ്പിക്കാനോ നിന്നോട് ചോദിക്കാനോ ആവശ്യം ആർക്കുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ ഇതെല്ലാം അറിയാൻ കഴിയുകയുള്ളൂ. നീ ജ്ഞാനിയാണ്, നിനക്ക് എല്ലാം അറിയാം എന്ന് അവർ പറഞ്ഞു. നാം ഈ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായത്തിൽ, ആ അധ്യായം മുഴുവനും തന്നെ പറയുന്നത് ശമരിയയിലെ ഒരു സ്ത്രീയുമായിട്ട് കർത്താവ് സംസാരിച്ച കാര്യമാണ്. ആ സംസാരത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും അറിയാം, സുഖാർ എന്ന പട്ടണത്തിൻ്റെ കരയിൽ വെച്ചാണ് ഈ സംസാരം നടക്കുന്നത്. കർത്താവ് ശമരിയക്കാരിയോട് കുടിക്കാനായിട്ട് വെള്ളം ചോദിച്ചു. ശമരിയ ജാതി എന്ന് പറഞ്ഞാൽ ഒരു സങ്കരവർഗമാണ്. ശരിക്കും യഹൂദന്മാരല്ല, ശരിക്കും പുറജാതികളുമല്ല, യഹൂദനും പുറജാതിയും സംഗമിച്ചുണ്ടായ ഒരു സങ്കരവർഗമാണ് ശമര്യൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്ന പോലുള്ള ഒരു വിഭാഗം എന്ന് മനസ്സിലാക്കിയാൽ മതി. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശമരിയ എന്ന് പറയുന്നത് അസ്പർശ്യമായ ഒരു നാടാണ്. അവർ ആ സ്ഥലത്ത് പോകാറില്ല, അവർ സാധാരണ അവരുമായി സംസാരിക്കാറില്ല. ഒരു യാഥാസ്ഥിതിക യഹൂദനാണെങ്കിൽ അവൻ ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ പലസ്തീൻ നാടിൻ്റെ തെക്ക് നിന്ന് വടക്കോട്ട് പോകണമെങ്കിൽ ശമരിയയിൽ കൂടെ കയറിയാൽ നേരെ അങ്ങോട്ട് ചെല്ലാം. പക്ഷേ ആ മണ്ണിൽ കാല് ചവിട്ടാൻ അവരാഗ്രഹിക്കാത്തതുകൊണ്ട് ശമരിയയിൽ തൊടാതെ ചുറ്റിവളഞ്ഞ് അവർ പോകുമായിരുന്നു. അങ്ങനെ സാധാരണ ചെയ്യുന്നത്. പക്ഷെ 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ പോകാറില്ല, പക്ഷെ അവൻ അങ്ങനെ പോകാൻ ഇടയായിത്തീർന്നു, കടന്നു പോകേണ്ടി വന്നു. അത് അസാധാരണമാണ് എന്നാണ് ദൈവാത്മാവ് എഴുതി വെച്ചത്. അങ്ങനെ പോയ പോക്കിലാണ് അവന് വല്ലാത്ത ക്ഷീണമുണ്ടായി. അവൻ വെള്ളത്തിന് ആഗ്രഹിച്ച് സുഖാർ എന്ന സ്ഥലത്തുള്ള നഗരത്തിലുള്ള കിണറിൻ്റെ കരയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ശമരിയക്കാരി വെള്ളം കോരാനായിട്ട് അവിടെ വന്നത്. കർത്താവ് അവളോട് കുടിപ്പാൻ വെള്ളം ചോദിച്ചു. അങ്ങനെ അവൾക്കത് അത്ഭുതമായിട്ട് തോന്നി. 9-ാം വാക്യത്തിൽ പറയുന്നത്, ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്ക് ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഹൈഫനിട്ട് പറയുകയാണ്. പ്രധാന വിഷയത്തോട് ചേർത്ത് ഒരു ഉപകാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. യഹൂദനും ശമരിയും തമ്മിൽ ബന്ധമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്കാളെ മനസ്സിലായില്ല, നീ എന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് വരികിൽ എന്നോട് നീ ജീവനുള്ള വെള്ളം ചോദിക്കുമായിരുന്നു, ഞാനത് നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ സംസാരം ഇങ്ങോട്ട് മുഴുമിപ്പിച്ച് വന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, അതിൻ്റെ താഴോട്ട് വരുമ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വെള്ളം വേണം, ഇനി എനിക്ക് വെള്ളം കോരാൻ വരാതെ ഇരിക്കാമല്ലോ. അപ്പോൾ അവളോട് കർത്താവ് പറഞ്ഞു 16-ാം വാക്യത്തിൽ, വെള്ളം തരാം, പക്ഷെ ഒരു വ്യവസ്ഥ, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ഉടനെ അവൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ല, എനിക്ക് ഭർത്താവില്ല. നീ പറഞ്ഞ ആൾ എനിക്കില്ല, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. കർത്താവ് ഉടനെ മറുപടി പറഞ്ഞ ഇതെങ്ങനെയാണ്, നീ പറഞ്ഞത് ശരിയാണ്, അതായത് ഭർത്താവില്ലെന്ന് പറഞ്ഞ് ശരിയാണ്. എന്നിട്ട് പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുത്തനുണ്ട്, 6-ാമത്തവനുണ്ട്, അവനും നിൻ്റെ ഭർത്താവല്ല. മൂലഭാഷയോട് ചേർത്ത് പറഞ്ഞാൽ നീ അവനെയും വിട്ടേച്ച് 7-ാമത്തവനെ സ്വീകരിക്കാൻ പോകുകയാണെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. 5 പേരുണ്ടായിരുന്നു, അവരെ വിട്ടുകളഞ്ഞു, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവല്ല, ഔദ്യോഗികമായി സ്വീകരിച്ച ആളല്ല, അവനെ നീ വിട്ടുകളയും, എന്നിട്ട് വേറൊരുത്തനെ നീ സ്വീകരിക്കാനായിട്ട് പോകുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ വാക്ക്, പ്രതികരിച്ച വാക്കാണ് 19-ാം വാക്യത്തിലുള്ളത്. സ്ത്രീ അവനോട്, യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്നവൾ പറഞ്ഞു. ഒരു പ്രവാചകനല്ലാതെ ഈ വസ്തുത അറിയാൻ സാധ്യമല്ല. ശമരിയിലെ ഏറ്റവും പതിതയായ തെറ്റുകാരിയായ ഒരു സ്ത്രീയെ, അതും എല്ലാവരും വരാത്ത സമയത്ത്, നട്ടുച്ചയ്ക്ക് ആളുകൾ വീടിനകത്ത് കഴിയുന്ന സമയത്ത് സമൂഹമധ്യത്തിൽ വരാൻ അറയ്ക്കുന്ന അവൾ ആ സമയത്താണ് വെള്ളം കോരാൻ വരുന്നത്. കർത്താവ് അവളോട് പറഞ്ഞ വാക്ക് അവൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല.
നിനക്ക് ഇങ്ങനെയായിരുന്നു ജീവിതം എന്ന് കർത്താവ് പറഞ്ഞു. അവൾ ഉടനെ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും അവൻ അറിയുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ടറിയാം. യഹൂദനായിരിക്കുന്ന കർത്താവിന് ശമരിയിലെ ആളുകളെ വ്യക്തിപരമായിട്ട് അറിയാൻ പാടില്ല. മാത്രമല്ല, ഈ സ്ത്രീയുടെ ജീവിതം അവന് അജ്ഞാതമാണ് ഒരളവിൽ പറഞ്ഞാൽ. പക്ഷെ അവൻ ദൈവമായതുകൊണ്ടും അവൻ സർവജ്ഞനായതുകൊണ്ടും ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ രഹസ്യമണ്ഡലങ്ങളെ മുഴുവനും അവന് അറിയാമായിരുന്നു. അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാണ്, എനിക്കത് മനസ്സിലായി എന്ന് പറയുവാനിടയായി. ഇനി നാം യോഹന്നാൻ്റെ സുവിശേഷത്തെ ആ വാക്ക് വായിച്ചിട്ട് പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരിക. അവിടെ ഒരു പ്രയോഗം നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നു. അത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകളെല്ലാവരും കൂടെ പ്രാർത്ഥന കഴിച്ചു പോരുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ ഒരു കാര്യം, യൂദ കടന്നുപോയി, യൂദ നാശയോഗ്യനായിരുന്നു, അവൻ നിത്യ നരകത്തിലേക്ക് പോകുവാനിടയായി, അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ എന്നും 20-ാം വാക്യത്തിൽ അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ എന്നും എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവ് യൂദയ്ക്ക് പകരം ഒരാൾ വേണം. ആരാണ് അയാൾ എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു 2 പേരെ നിർത്തുകയാണ്, അവരുടെ പേര് ചീട്ടിടുകയാണ്. ആരാണ് ചീട്ട് വീഴുന്ന വ്യക്തി, അവൻ ശിഷ്യനായിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ യോസേപ്പ്, മത്തിയാസ് എന്ന 2 പേരെ നിർത്തി. ചീട്ട് മത്തിയാസിന് വീണു. അങ്ങനെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അവനെ അവരുൾപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്ന കാര്യം. എന്നാൽ അതിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം, സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ. ദൈവത്തെ അവർ സംബോധന ചെയ്തതാണ്, കർത്താവിനെ സംബോധന ചെയ്തതാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവാണ്. ഇത് നമ്മെ വാസ്തവത്തിൽ ഒന്നുകിൽ അത് ഭയപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കണം. സകല ഹൃദയങ്ങളെയും അറിയാം, എല്ലാവരുടെയും മനസ്സിനെ അവനറിയാം. അവർ പറഞ്ഞത്, നീ പ്രവർത്തിക്കണം, നീ കാണിച്ചു തരണം, നിൻ്റെ പ്രത്യേകത നിനക്ക് എല്ലാ ഹൃദയങ്ങളെയും അറിയാം എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടെ തിരിച്ചു വരിക യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തനിക്കറിയാവുന്ന 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. യോഹന്നാൻ 13-ന്റെ 1-ാമത്തെ വാക്യമാണ്. അതായത് മരണസമയം വന്നിരിക്കുന്നു. നമുക്കറിയാം 13-ാം അധ്യായത്തിലെ ഈ സംഭവം നടക്കുന്നത് മരണത്തിൻ്റെ തലേ രാത്രിയാണ്, പെസഹയുടെ ദിവസമാണ്. അവിടെ അത്താഴം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 14, 15, 16 അധ്യായങ്ങളിൽ മാളികമുറിയിലെ പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗം കഴിഞ്ഞ് 17-ാം അധ്യായത്തിലെ കർത്തൃപ്രാർത്ഥന കർത്താവ് നടത്തി. അത് കഴിഞ്ഞു അവരെ പിടിച്ച് ബന്ധനസ്ഥനായിട്ട് വിസ്താരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ മരണത്തിൻ്റെ തലേ ദിവസം നമ്മൾ വായിച്ചത് യാതൊരു മാറ്റവും ആ സമയത്ത് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലെങ്കിലും അവനറിയാവുന്ന ഒരു കാര്യം, ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു എന്നവനറിയാൻ കഴിഞ്ഞു. 2ാമത്തെ അറിവ് അവിടെ എഴുതിയിരിക്കുന്നത് 11-ാമത്തെ വാക്യം. അവിടെ കാണുന്നത്, തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്ക കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ശിഷ്യന്മാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ആരാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന്. നിങ്ങൾ ഒരുത്തനെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓരോരുത്തരും ചോദിച്ചു, ഞാനാണോ കർത്താവേ, എന്നെയാണ് ഉദ്ദേശിക്കുന്നത്? കർത്താവിനറിയാമായിരുന്നു ആരാണ് അവന് കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ ആ 2 വാക്യങ്ങളിൽ അവനുള്ള അറിവായിട്ട് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കാനിടയായി. ഒന്ന്, താൻ പിരിയാനുള്ള നാഴിക വന്നിരിക്കുന്നു. 2ാമത്തെ കാര്യം, തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അവന് അറിയാമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിന് വന്ന അനുഭവങ്ങളൊക്കെ യാദൃശ്ചികമായിട്ടുള്ളതല്ല. അവിടെ എഴുതിയിരിക്കുന്നത്, യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു എന്നുള്ളതാണ്. തന്നെ ഏതെല്ലാം നിലയിലാണ് ഇനിയുള്ള നിമിഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അത് മുഴുവനും അറിഞ്ഞ് രക്ഷപ്പെട്ടു എന്നല്ല,
അവൻ അവരുടെ മുൻപിലേക്ക് ചെന്നു. എല്ലാം അറിഞ്ഞ് അവൻ പുറത്തേക്ക് അവരുടെ അടുക്കിലേക്ക് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്നുള്ള കാര്യം. 19-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് 28-ാമത്തെ വാക്യം, 19-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? തൻ്റെ മരണം ഇപ്പോൾ നടക്കുമെന്ന് തനിക്ക് അറിയാം. അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇവർ കാല് തല്ലിയൊടിക്കാനായിട്ട് വന്നത്, പെട്ടെന്ന് മരണം സംഭവിക്കാനായിട്ട്. കാല് തല്ലിയൊടിച്ചാൽ മരണം പെട്ടെന്നുണ്ടാകും. പക്ഷേ ഇവിടെ യേശു കർത്താവിന് അറിയാവുന്ന കാര്യമുണ്ട്. താൻ മരിക്കുന്നു എന്നറിഞ്ഞിട്ട് സമയം കളയാതെ കൃത്യമായിട്ട് തിരുവെഴുത്തുകളുടെ നിവൃത്തി പോലെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതും ശ്രദ്ധേയമാണ്. അവൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് നമ്മുടെ കർത്താവിന് ഉണ്ടായിരുന്നു. ഇതിനെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ കർത്താവ് നേരത്തെ പറഞ്ഞത് ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പോകാം. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. മർക്കോസ് 8:31. അവിടെ എഴുതിയിരിക്കുന്നത്, യേശു കർത്താവിനെ പിടിക്കും, അവർ അവനെ തല്ലും, അവരവനെ കൊല്ലും, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യം ഒന്നുകൂടെ എനിക്കൊന്ന് പ്രവചനത്തിലെ ഒരു സത്യവുമായിട്ട് ചേർത്ത് കർത്താവ് പറഞ്ഞു. മത്തായി 12-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ 3 രാവും 3 പകലും മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുമെന്നാണ്. 3 രാവും 3 പകലും അവൻ അവിടെ ഇരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അതും അവൻ തൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിങ്ങനെ വായിച്ചു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു കാര്യം, ലോകത്തിലെ മഹാന്മാർക്ക് ഇത് മനസ്സിലായിരുന്നെങ്കിൽ അവരാരും മരണത്തിൻ്റെ നേരെ നടന്നു ചെല്ലുകയില്ലായിരുന്നു. അങ്ങനെയല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഓർത്തു, മഹാത്മാഗാന്ധി അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് ബിർള മന്ദിറിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹത്തെ നാഥുറാം ഗോഡ്സെ വെടിവെക്കുവാനിടയായത്. അങ്ങനെ ഒരാൾ, ഒരു മതഭ്രാന്തൻ അവിടെ ഒരു തോക്കുമായിട്ട് നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞെങ്കിൽ മഹാത്മാഗാന്ധി ഒരു നിലയിലും അവിടേക്ക് പോകയില്ല. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് പോയത്, വെടിയേറ്റ് മരിക്കാനിടയായത്. നിശ്ചയമായിട്ടും അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബറിലെ ആ ഒടുവിലത്തെ ദിവസം അവരുടെ സംരക്ഷകരുടെ നടുവിലൂടെ നടന്നു പോകുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടല്ല. ഇപ്പോഴും അവിടെ അത് മനോഹരമായ നിലയ്ക്ക് മാർബിൾ ഫലകങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലത്ത് ചുമന്ന രക്തപുഷ്പം പോലെയുള്ള ശിലകൾ അവിടെ പാകിയിട്ടുണ്ട്. പോയാൽ ആർക്കും കാണാവുന്ന ഒരു കാര്യമാണ്. അവരുടെ താമസ സ്ഥലത്ത് നിന്ന് അവർ പോകുന്ന വഴിയാണ്. ആരറിഞ്ഞു അവിടെ വെടിവെക്കാനായിട്ട് 2 പേര് നിൽക്കുന്നത്? ഇന്ദിരാഗാന്ധി അറിഞ്ഞില്ല. ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ 25-ാമത്തെ വർഷം ലോകം ചിന്തിക്കാനായിട്ടിടയായത്. അവിടെയൊക്കെ പറഞ്ഞത്, മദ്രാസ് വിമാനത്താവളത്തിൽ ഇന്ന സമയത്തിറങ്ങി മിനിറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് വന്നു, അത് കഴിഞ്ഞ് ശ്രീപെരുമ്പുദൂരിലേക്ക് പോയത് ഇന്ന സമയത്താണ്. പക്ഷേ അവിടെ ഒരു സ്ത്രീയെ, തനു എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ യുവതി മാലയുമായിട്ട് നിൽക്കുന്നുണ്ടെന്നല്ലാതെ അവളുടെ ശരീരത്തിൽ പിടിപ്പിച്ച ഒരു ബോംബുണ്ട് എന്നറിഞ്ഞെങ്കിൽ ഇന്ത്യയുടെ ശ്ലാഘ്യനായ ചെറുപ്പക്കാരൻ അവിടെ ചെല്ലുകയില്ലായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർക്ക് മരണത്തെ അറിയാൻ പാടില്ലായിരുന്നു, മരണം എവിടെ ഒളിച്ചിരിക്കുന്നു എന്നറിയാൻ പാടില്ലായിരുന്നു. അവർ മരണത്തിന് നേരെ അവിടേക്ക് നടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയെക്കുറിച്ച് വായിച്ചിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും ഒരു ദുരൂഹതയായിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് ഇതുവരെയും അതിന് ചുരുളുകൾ നിവർത്തപ്പെട്ടിട്ടില്ല. അങ്ങനെ വല്ലതും അറിയുമോ എന്ന് പറഞ്ഞുകൂടാ. റഷ്യയിൽ സന്ദർശനത്തിനായിട്ട് പോയി താഷ്കെൻഡിൽ വെച്ച് തലേ ദിവസം രാത്രി 10 മണിയായപ്പോൾ താൻ ഇന്ത്യയിലേക്ക് തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ അവിടെ ഉണ്ടായിരിക്കും, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു. ഞാനൊന്ന് കുളിക്കാൻ പോകുകയാണ് എന്ന് ഭാര്യയുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഭാര്യ അപ്പുറത്തെ കസേരയിലേക്ക് ഇരുന്നു ഡൽഹിയിൽ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ആ ഭാഗത്തു നിന്ന് തന്നെ ഒരു കോള് വന്നപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചത് ഭർത്താവ് വീണ്ടും എന്തോ പറയാനായിട്ട് വിളിച്ചതാണ്. പക്ഷേ ശബ്ദം മാറിയാണ്, വേറൊരാളാണ് സംസാരിച്ചത്. വിളിച്ചു പറഞ്ഞു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കുളിമുറിയിൽ മരിച്ചു, അല്ലെങ്കിൽ നിമിഷനേരം കൊണ്ട് മരിച്ചു എന്നുള്ള കാര്യം അറിയാനിടയായി. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വിചാരിച്ചത് നാളെ രാവിലെ തൻ്റെ ഭാര്യയോട് ഒരുമിച്ച് വീട്ടിൽ ആഹാരം കഴിക്കാം. ആ മരണത്തെ മനസ്സിലാക്കാനായിട്ട് ശാസ്ത്രിക്ക് കഴിഞ്ഞില്ല. ജോൺ എഫ് കെന്നഡിയെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ടി വിയിൽ നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഏതാണ്ട് 19 വർഷം മുൻപാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത്. ആ മനുഷ്യൻ മരിക്കാനായിട്ടല്ല ഡാളസിൻ്റെ തെരുവിലൂടെ തുറന്ന കാറിൽ പോയത്. ലോകം ഏറ്റവും ആദരിക്കുന്ന ഇന്നും അമേരിക്കക്കാരൻ്റെ സിരകളെ ശരിക്കും പറഞ്ഞാൽ ചൊടിപ്പിക്കുന്ന ആ മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് മനസ്സിലായില്ല അവിടെ ഒരു ഘാതകൻ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ലോകത്തിലെ മഹാന്മാർക്കാർക്കും അവരുടെ മരണത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സകലവും അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഘടികാരത്തിൻ്റെ സൂചിയുടെ ഇമയ്ക്ക് മാറ്റം വരാതെ കൃത്യമായി മരണത്തിലേക്ക് നടന്നെടുത്ത ഒരുവനുണ്ടെങ്കിൽ അവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. സകലവും അറിഞ്ഞിട്ട് അവൻ മരിക്കാൻ പോവുകയായിരുന്നു. സർവജ്ഞാനിയായ ദിവ്യജ്ഞാനിയായ നമ്മുടെ കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാം അവന് മുന്നമേ അറിയാമായിരുന്നു. അവൻ സർവജ്ഞാനിയായ കർത്താവാണ്. ഞാൻ ഇതിനോട് ചേർന്ന്, ഇതിൻ്റെ ഓരം ചേർന്ന് ഒരു കാര്യവും കൂടെ ഒന്ന് ഓർപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് പാപരഹിതമായ മനുഷ്യത്വമാണ്. ഞാനത് ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മളൊക്കെ പാപത്തിൽ ജനിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഉത്ഭവം വിശുദ്ധമാണ്. അവന് പാപമില്ല, ജന്മപാപം അവനിലില്ല, അവൻ വിശുദ്ധനാണ്. ആ കർത്താവിൻ്റെ വളർച്ചയുടെ ഓരോ സമയത്തും, ഞാനിപ്പോൾ മനുഷ്യൻ എന്നുള്ളതിലേക്ക് പറയുകയാണ്, ആ പ്രായത്തിന് അനുസരിച്ചുള്ള ജ്ഞാനം നമ്മുടെ കർത്താവിൽ നാം കാണുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ആദ്യ നാളുകളെക്കുറിച്ച് ഒരു സമഗ്രമായ ചരിത്രമാണ് ലൂക്കോസ് എഴുതിയിട്ടുള്ളത്. 2-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം പറയുന്നത്, യേശുവോ, അതായത് യേശു കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ലൂക്കോസ് പറയുകയാണ്, ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്നുള്ളതാണ്. യേശു ജ്ഞാനത്തിൽ മുതിർന്നു വന്നു ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്. അതായത് 1 വയസ്സ് പ്രായമായപ്പോൾ 1 വയസ്സിൻ്റെ ജ്ഞാനം അവനിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിലേക്ക് പോയി അവൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവൻ്റെ വർത്തമാനം കേട്ടവരൊക്കെ പറയുന്നത്, ഇവൻ ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി? അവൻ സംസാരിക്കുന്നത് യഹൂദന്മാരുടെ മധ്യത്തിലെ ഉന്നതരായിരിക്കുന്ന റബിമാരോടാണ്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വാക്കുകൾ യേശു കർത്താവ് പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ ലഭിക്കേണ്ട ജ്ഞാനത്തിൻ്റെ തികവ് അവനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലെ ഒരു വാക്യം, അത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച്, അവൻ്റെ നിസ്തുലതയെ സംബന്ധിച്ച് പറയുന്ന ഒരു വാക്കാണ്. 12-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം മുതൽ വായിച്ചാൽ പല കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. യോനയെക്കുറിച്ച് പറഞ്ഞു. അവിടെ യോനയെക്കുറിച്ച് പറഞ്ഞിട്ട് 41-ാം വാക്യത്തിൽ പറഞ്ഞു, ഇവിടെ ഇതാ യോനയിലും വലിയവൻ. 42-ാം വാക്യത്തിൽ ശലോമോനെക്കുറിച്ച് പറഞ്ഞു. ശലോമോൻ്റെ ജ്ഞാനം കേൾക്കാൻ ശെബാരാജ്ഞി വന്നു, തെക്കേ രാജ്ഞി ശെബാരാജ്ഞി വന്നു. അവൾ വന്ന് ജ്ഞാനം കേട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. അവൾ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും അവൻ ഉത്തരം പറഞ്ഞു. നാം പഴയ നിയമത്തിൽ വായിക്കുന്ന വാക്കാണ്. അവനൊന്നും മറവില്ലായിരുന്നില്ല. ഇവിടെ നാം വായിക്കുന്നത് ആ വാക്യത്തിൻ്റെ ഒടുവിൽ, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അതായത് ശലോമോൻ്റെ ജ്ഞാനം വളരെ വലുതാണെങ്കിൽ ഇവിടെ മറ്റൊരുത്തനെ കുറിച്ച് പറയുകയാണ്, അവൻ്റെ ജ്ഞാനം ശലോമോൻ്റെ ജ്ഞാനത്തേക്കാൾ വലുതാണ്. നമ്മുടെ ക്രിസ്തുവിന് തുല്യമായിരിക്കുന്ന ജ്ഞാനം വേറെ ആർക്കുമില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്ക് പറഞ്ഞത്. അവൻ ഏറ്റവും ജ്ഞാനിയായിരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളത് നാം തിരുവെഴുത്തിൽ കാണുകയാണ്. ഒരു വാക്യം കൂടെ ആ ബന്ധത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, മർക്കോസ് 6-ാം അധ്യായത്തിൻ്റെ
ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അവൻ പള്ളിയിൽ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം കേട്ടിട്ട് രണ്ടാം വാക്യത്തിൽ പറയുന്നത്, പലരും കേട്ട് വിസ്മയിച്ചു. അവർ പറഞ്ഞ വാക്കിതാണ്, ഇവന് ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് എന്നവർ അത്ഭുതപ്പെട്ട് പറയുവാനിടയായി. ഇവൻ എന്തൊരു ജ്ഞാനിയാണ്, ഈ ജ്ഞാനം ഇവന് എവിടെ നിന്ന് കിട്ടി എന്നവർ പറയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ബുദ്ധിപരമായ നീക്കത്തെക്കുറിച്ച് ഒരു വേദഭാഗത്തു നിന്ന്, ഒരു അധ്യായത്തിൽ നിന്ന് ചില വാക്കുകൾ ഒന്ന് പറയാം. വിശദമാക്കിയല്ല, എങ്കിലും ശ്രദ്ധിക്കാൻ ആവശ്യമായതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ, അത് മുഴുവനും തന്നെ വായിക്കേണ്ടതാണ്. ഞാൻ വായിക്കാൻ ഒരു വാക്യം പോലും പ്രത്യേകം തിരഞ്ഞെടുക്കുന്നില്ല. അവിടെ ആദ്യത്തെ ഖണ്ഡികയിൽ രാജപുത്രൻ്റെ കല്യാണത്തെക്കുറിച്ചൊരു ഉപമ കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 15-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പരീശന്മാർ വാക്കിൽ കൊടുക്കേണ്ടതിന് തങ്ങളുടെ ചില ശിഷ്യന്മാരെ യേശു കർത്താവിൻ്റെ അടുക്കൽ അയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവന് എങ്ങനെയെങ്കിലും കൊടുക്കാനായിട്ട് വിട്ടത് ഒരു പ്രത്യേക ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. ചോദ്യം ഇതാണ്. ആദ്യം ശ്ലാഘിച്ചു പറഞ്ഞു 16-ാം വാക്യത്തിൽ, നീ സത്യവാനാണ്, ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനാണ്, മനുഷ്യരുടെ മുഖം നോക്കാത്തവനാണ്, അതുകൊണ്ട് തന്നെ ആരെയും നിനക്ക് പേടിയില്ല, ശങ്കയില്ല. നിനക്കെന്ത് തോന്നുന്നു? അതായത് നിൻ്റെ അഭിപ്രായം എന്താണ്? 17-ാം വാക്യം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ, ശരിയാണോ? റോമൻ സീസറിന് കരം കൊടുക്കാമോ? ലളിതമായ ഒരു ചോദ്യമാണ്. പക്ഷേ 18-ാം വാക്യം തുടങ്ങുന്നത്, യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. അതായത് ചോദ്യം നല്ല മനസ്സോടെയല്ല. സീസറിന് കരം കൊടുക്കാമോ എന്ന് ചോദിച്ചത് നല്ല മനസ്സോടെയല്ല എന്ന് കർത്താവ് അറിഞ്ഞിട്ട് അവരുമായി സംസാരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടത്, പരീശന്മാരാണ് ആളുകളെ വിട്ടത് എന്ന് വായിക്കുന്നുണ്ട്. പരീശന്മാരുടെ മധ്യത്തിലുണ്ടായിരുന്ന ഒരു ചിന്ത ഇതാണ്. അതായത് ഇപ്പോൾ റോമൻ ഭരണത്തിൻ്റെ കീഴിൽ യഹൂദന്മാർ കഴിയുകയാണ്. എന്നാൽ ന്യായപ്രമാണം അനുസരിച്ച് പറഞ്ഞാൽ, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിൽ 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ, യഹൂദനായ ഒരു രാജാവിന് നിനക്ക് കീഴടങ്ങാം, പക്ഷേ അന്യനായ ഒരുവന് നീ വിധേയപ്പെടേണ്ട കാര്യമില്ല. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഞാൻ പറഞ്ഞത് വേദപുസ്തക പ്രകാരമാണ്. അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു രാജാവിനെ നിങ്ങൾക്ക് അനുസരിക്കാം, പക്ഷേ ഒരു പുറജാതി രാജാവിനെ നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. ആവർത്തനം 17-15. ആ പ്രമാണം അനുസരിച്ച് ഈ പരീശന്മാർ പറയുന്നത്, നമ്മളിവിടെ റോമൻ ഭരണത്തിൻ്റെ കീഴിൽ കഴിയുന്നവരാണ്, പക്ഷെ നമ്മൾ കോളനിക്കാരാണെങ്കിലും നമ്മൾ കരമൊന്നും സീസറിന് കൊടുക്കേണ്ട കാര്യമില്ല, അതിൽ നിന്ന് വിലക്കുവാനായിട്ട് ആഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് ആഹാരം വർദ്ധിപ്പിച്ചു കൊടുത്ത സമയത്ത് യോഹന്നാൻ 6:15 വായിക്കുന്നത്, ജനം യേശുവിനെ രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ചു. 2 കാരണങ്ങളായിരിക്കും അതിനുള്ളത്. ഒന്ന് ഇതാണ്, ഇവൻ രാജാവായാൽ പിന്നെ ഭക്ഷണത്തിനൊരു പ്രശ്നവും വരികയില്ല. 2 അപ്പമുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുക്കാൻ പ്രയാസമില്ല. 5 അപ്പവും 2 മീനും അത് മതി. 5000 പുരുഷന്മാർ തന്നെ, ഒരിക്കൽ കൃഷ്ണൻകുട്ടി സഹോദരൻ പറഞ്ഞത് കേട്ടു, 5000 പുരുഷന്മാരുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് 5000 സ്ത്രീകളും വന്നു കാണും. അപ്പോൾ 10000 പേരുണ്ടായിരിക്കും. ഇനി അക്കാലത്ത് പിള്ളേർ കൂടുതലാണെങ്കിലും മിനിമം 3 പേര് വെച്ച് ഉണർന്ന് വയ്ക്കുക, അപ്പോൾ അവർ തന്നെ 15000 കാണും. അങ്ങനെ ചുരുങ്ങിയത് 400,000 പേരെങ്കിലും അവിടെ ഉണ്ടായി കാണാം. ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് ഒരു വലിയ ജനതയാണ് അവൻ പോഷിപ്പിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ അവർ വിചാരിച്ചു, ഇവൻ രാജാവായാൽ പിന്നെ ഭക്ഷ്യപ്രശ്നം എന്നൊരു കാര്യം അവിടെ ഉണ്ടാവുകയില്ല. രണ്ടാമത് അവർ വിചാരിച്ചത്, ഇവനൊരു അമാനുഷിക വ്യക്തിയായതുകൊണ്ട് ഇവനെ രാജാവാക്കിയാൽ റോമൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ ഈ പ്രവശ്യയെ, യഹൂദിയെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് രാജാവാകണം എന്ന് അവർ ആഗ്രഹിച്ചു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവന് രാജാവാക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പരീശന്മാർ കരം കൊടുക്കരുത് എന്ന് പറയുന്നവരാണ്, അവരുടെ കൂടെ നിൽക്കുന്നവരാണ്. ഹെരോദ്യർ എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഹെരോദ്യരെയാണ് അയച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഹെരോദ്യരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അവരെ കരം കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ 2 പക്ഷം അവിടെ ഉണ്ടായിരുന്നു. പരീശന്മാരുണ്ടായിരുന്നു, അവർ കരം കൊടുക്കരുത്.
സീസർക്ക് കരം കൊടുക്കണ്ട. എന്താ ഹെരോദിന് പറയുന്നത്? കരം കൊടുക്കാം. നമ്മൾ അടിമത്തത്തിൽ കഴിയുന്നവരല്ലേ, കരം കൊടുക്കാം. അപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞെന്ന് വിചാരിക്കുക, കരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയും ഇവൻ യഹൂദ പക്ഷത്തുള്ളവൻ അല്ല. അതുകൊണ്ടാണ് കരം കൊടുക്കാൻ പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമൊന്നും വേണ്ട. അതുകൊണ്ട് ഇവൻ യഹൂദന്മാരെ കൂടെ നിൽക്കുന്ന ഒരാളല്ല, റോമിനെ അന്ധമായിട്ട് പിന്താങ്ങുന്ന ആളാണ് എന്നവർ പറയും. ഇനി കൊടുക്കരുത് എന്ന് പറഞ്ഞാലോ, ഹെരോദിന് കൂടെ ഉണ്ട്. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവരുടനെ സീസറെ പോയി അറിയിക്കും, നിനക്ക് കരം കൊടുക്കുന്നത് വിരോധിച്ച ഒരാളവിടെ ഉണ്ട്, രാജ്യദ്രോഹം കുറ്റം ചുമത്തി അവനെ പിടിക്കാനിടയായി തരും. കരം കൊടുക്കുന്നതിനെ എതിർത്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ഗ്രൂപ്പാണ് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. പരീശന്മാർ കരം കൊടുക്കരുത്, ഈ റോമിനെ നമ്മൾ അങ്ങനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ. മറുവശത്ത് ഹെരോദ്യരുടെ ചിന്ത എന്ന് പറയുന്നത് കരം കൊടുക്കാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സീസറിന് കരം കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. കർത്താവ് കൊടുക്കണമെന്നും പറഞ്ഞില്ല, കൊടുക്കരുതെന്നും പറഞ്ഞില്ല. അവൻ അവരോട് പറഞ്ഞു 19-ാം വാക്യത്തിൽ, ആകട്ടെ കരത്തിനുള്ള ഒരു നാണയം കാണിപ്പീനെന്ന് പറഞ്ഞു. അവരൊരു നാണയം, ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവരോട് ചോദിച്ചു, ഇതിനകത്ത് ഒരു രൂപം ആലേഖനം ചെയ്തിട്ടുണ്ടല്ലോ, ഒരു സ്വരൂപം, അതിന് മുകളിൽ ഒരു മേലെഴുത്തുണ്ടല്ലോ, അത് ആരുടേതാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കൈസറുടേതാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പി. ഇത് ഒരു പ്രസിദ്ധമായ ശൈലിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്നൊരു ശൈലി വരുവാനിടയായി. അവർ ആശ്ചര്യപ്പെട്ടു പോയി. 22-ാം വാക്യത്തിൽ പറയുന്നത്, ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കാൻ അവർക്ക് നിർവാഹമില്ല. ഞാൻ ഇതിലെ ഒരു വാക്ക് ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഈ വിഷയത്തിൽ വലിയ ആവശ്യമുള്ളതല്ലെങ്കിലും, ഒരു നാണയം കാണിച്ചിട്ട് ചോദിച്ചു, ഇതിലെ സ്വരൂപം ആരുടെയാണ്? കൈസറുടേതാണ്. അത് കൈസർക്ക് കൊടുത്തേരെ. ആ പണം കൈസർക്ക് കൊടുത്തേരെ. അത് കൈസർക്കുള്ളതല്ലേ, കൊടുത്തേരെ. അവിടെ ദൈവത്തിനുള്ളത് എന്താണ്? ദൈവത്തിനുള്ളത് എന്ന് പറയുന്നത് എന്താണ്? ഒരുപക്ഷെ വിശദമായിട്ട് എഴുതപ്പെടാത്തത് കൊണ്ട് നമുക്ക് ആ കാര്യം അധികം അറിഞ്ഞുകൂടെങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. അവരോട് ചിലപ്പോൾ ചോദിച്ചു കാണുമായിരിക്കാം, ആകട്ടെ നിങ്ങളുടെ സ്വരൂപം എന്താണ്? ഒരാളെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്വരൂപം എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. മനുഷ്യനിലുള്ളത് ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അപ്പം കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? പണത്തിന്മേലുള്ള ചിത്രം കൈസറുടേതാണെങ്കിൽ അത് കൈസർക്ക് കൊടുത്തേരെ, സീസറിന്. എന്നാൽ നിന്നിലുള്ള സ്വരൂപം ദൈവത്തിൻ്റെ ആയതുകൊണ്ട് നീ ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ സ്തോത്ര. കർത്താവ് എത്ര മനോഹരമായിട്ടാണ് അവരുദ്ദേശിക്കാത്ത നിലയിൽ ആ വിഷയത്തെ മാറ്റിമറിച്ചത്. പണം കൈസർക്ക് കൊടുത്തേരെ, അത് അവൻ്റെ വകയാണ്, കൊടുത്തേരെ. പക്ഷെ നീ ദൈവത്തിൻ്റെ സ്വരൂപം വഹിക്കുന്ന ഒരുവനായതുകൊണ്ട് നിന്നെ ദൈവത്തിന് വേണം, നീ ദൈവത്തിന് ഉള്ളവനാണ് എന്ന് കർത്താവ് പറഞ്ഞു. മനുഷ്യൻ ദൈവത്തിൻ്റെ വകയാണ്. അതവിടെ തെളിയിക്കുവാൻ ആ സംസാരത്തിലൂടെ ഇടയായി. അവൻ്റെ ജ്ഞാനത്തെ അവർ അത്ഭുതത്തോടുകൂടെ വീക്ഷിച്ചു എന്നാണ് അവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നത്. 2-ാമത്തെ രംഗം തൊട്ട് താഴെ സദൂക്യർ വന്നു. 23-ാം വാക്യം മുതൽ വായിക്കുന്നത് അങ്ങനെയാണ്. സദൂക്യർ അവിടെ വരുവാനിടയായി. ഈ സദൂക്യരുടെ പ്രത്യേകത അവിടെ തന്നെ പറയുന്നുണ്ട്, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. മരിച്ചാൽ അതോടുകൂടെ എല്ലാം അവസാനിക്കുന്നു. ഇന്നത്തെ നിരീശ്വരവാദികളൊക്കെ പറയുന്ന പോലെയാണ്, മരണത്തോടുകൂടെ തീരും, ഇനി പുനരുത്ഥാനമൊന്നും ഇല്ല, മൃഗങ്ങൾ പോലെയാണ്, മരിച്ചവർ എഴുന്നേറ്റ് വരുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളാണ് സദൂക്യർ എന്ന് പറയുന്നവർ. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, പുനരുത്ഥാനമില്ലെന്ന് മാത്രമല്ല ദൂതനും ആത്മാവും ഒന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടർ, ശരിക്കും പറഞ്ഞാൽ ഒരുതരം നിരീശ്വരവാദികൾ, അവരാണ് സദൂക്യർ എന്ന് പറയുന്നവർ. ദൂതനില്ല, ആത്മാവില്ല, പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ആളുകൾ. അവർ വന്ന് ചോദിക്കുന്നത് പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതാ രസകരമായിരിക്കുന്ന കാര്യം. അവർ ചോദിക്കുന്നത് ഇതാണ്, കർത്താവേ, ഒരു കാര്യം ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഒരുത്തൻ കല്യാണം കഴിച്ചു,
കല്യാണം കഴിച്ചിട്ട് അവന് മക്കളില്ല. കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് അവൻ മരിച്ചുപോയി, ഭാര്യ വിധവയായിത്തീർന്നു. ദേവരധർമ്മം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. അത് നാം വായിക്കുന്ന ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിലാണ്. 25-ന്റെ 5-ാമത്തെ വാക്യമാണ് ആവർത്തന പുസ്തകം 25-ന്റെ 5. ദേവരധർമ്മം. ദേവരധർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ മരിച്ചുപോയി, ഭാര്യയ്ക്ക് മക്കളില്ല. അങ്ങനെ വന്നാൽ ആ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ നിലനിർത്തേണ്ടതിന് ഈ മരിച്ചുപോയവൻ്റെ സഹോദരൻ ഈ വിധവയായ സ്ത്രീയെ വിവാഹം കഴിക്കുക. അതായത് ചേട്ടൻ കല്യാണം കഴിച്ച സ്ത്രീയാണെങ്കിലും ചേട്ടൻ മരിച്ചു പോയാൽ അനുജൻ ആ സ്ത്രീയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ ഇവർ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ കല്യാണം കഴിച്ചു, അവന് മക്കളില്ലായിരുന്നു. രണ്ടാമത്തവൻ അവളെ കല്യാണം കഴിച്ചു. അങ്ങനെ 7 പേരെയും ആ സ്ത്രീ സ്വീകരിച്ചു. പക്ഷേ മക്കളുണ്ടായില്ല. 27-ാം വാക്യത്തിൽ പറയുന്നത് ഏറ്റവും ഒടുവിലായിട്ട് ആ സ്ത്രീയും മരിച്ചു. ചോദ്യം ഇതാണ്, പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? 7 പേരുടെ ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചവളാണ്. ആദ്യം ഒരു കല്യാണം കഴിച്ചു, പിന്നെ 6 പേരും കല്യാണം കഴിച്ചു. അങ്ങനെ 7 പേരുടെ കൂടെ ജീവിച്ച ഇവൾ ഉയർത്തെഴുന്നേൽപ്പിൽ സ്വർഗത്തിൽ ആരുടെ ഭാര്യയായിട്ട് ജീവിക്കും എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. 29-ാം വാക്യം മുതൽ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. 30-ാം വാക്യത്തിൽ, പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പാടില്ല. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യേകത, അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു. അതിൻ്റെ താഴോട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു. 33-ാം വാക്യത്തിൽ വായിക്കുന്നത്, പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്നാണ്. അവനെ കൊടുക്കേണ്ടതിന് ചോദിച്ച ഒരു ചോദ്യത്തെ ഏറ്റവും അധികം വിവേകത്തോടു കൂടെ കർത്താവ് മറികടന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. അവൻ്റെ ഉപദേശം അത്രയ്ക്ക് ശക്തമായിരുന്നു. ആ ഉപദേശത്തിൽ അവർ വിസ്മയിക്കുവാൻ ഇടയായിത്തീർന്നു. ഇനി അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പരീശന്മാർ വന്നു. ആദ്യം പരീശന്മാർ വന്ന് പരാജയപ്പെട്ടതാണ്. സദൂക്യർ വന്നു, അവരും പരാജയപ്പെട്ട കാര്യം കേട്ടപ്പോൾ 34-ാം വാക്യത്തിൽ പറയുന്നത്, ആ മിണ്ടാതാക്കിയ പ്രകാരം അത് കേട്ടു കഴിഞ്ഞപ്പോൾ പരീശന്മാർ ഒന്നിച്ചു കൂടിയിട്ട് ഇപ്പം വിടുന്നത് ഹെരോദ്യരെയല്ല, അവരുടെ മധ്യത്തിലെ ഒരു പുരോഹിതനെ, ഒരു വൈദികനെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചു. ചോദ്യം ലളിതമാണ്. ന്യായപ്രമാണത്തിൽ കൽപ്പനകളുണ്ടല്ലോ, ആകട്ടെ ഏതാണ് വലിയ കൽപ്പന? കർത്താവ് ഒരു വിഷമവും കൂടാതെ പറഞ്ഞു, ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ, രണ്ടാമത്തേത് എന്ന് മാത്രമല്ല പറഞ്ഞത്, രണ്ടാമത്തേത് ഒന്നാമത്തേതിനോട് സമമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, യേശു കർത്താവിനല്ലാതെ ആർക്ക് പറയാൻ കഴിയും? 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ് എന്ന് പറയേണ്ടതാ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒന്നാമത്തേതിന് തുല്യമായി നിൽക്കുന്ന രണ്ടാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം ഒരുപോലെ വലുതാണ്. നീ സ്നേഹിക്കണം. അവരവിടെ നിന്ന് അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അവൻ്റെ ജ്ഞാനത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പരീശന്മാർക്ക് കഴിഞ്ഞില്ല, സദൂക്യർക്ക് കഴിഞ്ഞില്ല, ചോദ്യം ചെയ്യാൻ വന്നവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരുടെ ചോദ്യത്തെ ഛിന്ന ഭിന്നമാക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് നാം കാണുന്ന കാഴ്ച. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു രംഗം നാം വായിക്കുന്നത് അതിൻ്റെ 8-ാം അധ്യായത്തിലാണ്. കർത്താവിൻ്റെ അടുക്കൽ ഒരു ദുർനടപ്പുകാരിയായ സ്ത്രീയെ കൊണ്ടുവന്നു. അവർ തന്നെ പറഞ്ഞു, പ്രമാണത്തിൽ പറയുന്നത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഖണ്ഡിക 8-ന്റെ 1 മുതൽ 11 വരെ. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു? 5-ാം വാക്യം, നിൻ്റെ അഭിപ്രായം എന്താ? നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു? കർത്താവ് അതിന് മറുപടി പറഞ്ഞു. പക്ഷേ എന്തിനാണ് ചോദിച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 6-ാം വാക്യത്തിൽ. അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അതെന്താണെന്നറിയാൻ പാടില്ല. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്ന പല കാര്യങ്ങളും. അതിൽ ഒരാൾ പറഞ്ഞത്, മിക്കവാറും അവളുടെ പാപങ്ങളും ഈ കൊണ്ടുവന്നവരുടെ പാപങ്ങളുമായിരിക്കാം മണ്ണിൽ അവൻ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞതാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. 7-ാമത്തെ വാക്യം. അത്രയും പറഞ്ഞു, പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട്
എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ വന്ന എല്ലാവരും മൂത്തവർ മുതൽ ഇളയവർ വരെ പിരിഞ്ഞുപോയി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ കല്ലെറിയണം എന്ന് പറഞ്ഞാൽ, അതായത് ദുർനടപ്പിൽ പിടിച്ച ഈ സ്ത്രീയെ കല്ലെറിയണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ഷേപം പറയാം. ഓ, സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകൻ, അവൻ വന്ന് മുഴുവൻ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. ആ പ്രമാണത്തോട് യോജിച്ച കാര്യമാണോ ഒരു ചെറിയ പാപം സംഭവിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടത്? നീ പറയുന്നതിനോട് ഈ പ്രമാണം യോജിക്കയില്ല എന്നവർക്ക് പറയാം. കാരണം കല്ലെറിഞ്ഞ് കൊല്ലാൻ നീ പറയുകയാണ്. ഇനി അവർ കർത്താവ് പറയുകയാണ് അവളെ കല്ലെറിയണ്ട എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ദുർനടപ്പിനെ നീയെ അനുകൂലിക്കുകയാണ്. അവളെ ഉപദ്രവിക്കേണ്ട എന്ന് പറഞ്ഞാൽ ദുർനടപ്പ് ചെയ്തോട്ടെ, പാപത്തെ ശിക്ഷിക്കണ്ട എന്ന് നീ പറയും. ആ രണ്ട് കാര്യവും അറിഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അവർക്ക് മറുപടി ഉണ്ടായില്ല. അവരവിടെ നിന്ന് പോകുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് നാം കേൾക്കുന്ന കാര്യം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് വിചാരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞ ആളുകൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങളിൽ, അത് ഗിരിപ്രസംഗത്തിൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകളാണ്. 7-ാം അധ്യായത്തിൽ 28-29 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യേശു കർത്താവ് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. 29-ാം വാക്യം പറയുന്നത്, അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അവൻ അധികാരമുള്ളവനായിട്ടാണ് അവരോട് സംസാരിച്ചത്. ശാസ്ത്രിമാർ പറയുന്നതിൽ കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, പക്ഷേ അവരുടെ സംസാരത്തിൽ അധികാരത്തിൻ്റെ സ്വരം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. 23-ാം അധ്യായം വായിച്ചാൽ എൻ്റെ ആശയം മനസ്സിലാകും. അതായത് അവർ പറയുന്നത് പോലെ ചെയ്യണം, കർത്താവ് പറഞ്ഞു. പക്ഷെ അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. ഇവിടെ ശാസ്ത്രിമാർ പറയുന്നുണ്ട്, പക്ഷേ യേശു കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പറയാൻ അധികാരമുള്ളവനാണ് പറയുവാൻ ഇടയായത്. അതവർക്ക് ബോധ്യമാകുവാൻ ഇടയായി. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരിക. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യങ്ങൾ. യോഹന്നാൻ 7-ന്റെ 45-46 നമ്മൾ വായിക്കുന്നത്, സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അതായത് മഹാപുരോഹിതന്മാരും പരീശന്മാരും കൂടെ ചേവകരെ അയച്ചതാണ്, കർത്താവിനെ പിടിച്ചുകൊണ്ടുവരാൻ ആളെ വിട്ടതാണ്. പക്ഷേ അവർ ആളെ കൊണ്ടുവരാതെ തിരിച്ചു വന്നപ്പോൾ അവർ ചോദിച്ചു എന്തേ കൊണ്ടുവരാത്തത്, യേശുവിനെ കൊണ്ടുവരാത്തത് എന്താ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിടിക്കാൻ പോയ ആളുകൾ വെറും കൈയോടെ വന്നു. എന്തേ പിടിച്ചുകൊണ്ട് വരാത്തത്? അവർ പറഞ്ഞു എങ്ങനെയാണ് പിടിക്കുന്നത്? ഞങ്ങൾ പ്രസംഗം കേട്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവനെപ്പോലെ പറയുന്ന ഒരാളില്ല. അവൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ യേശു കർത്താവിനെ പോലെ സംസാരിച്ച ആരും ഇതിന് മുൻപുണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല, ഒരു കാലത്തും ഉണ്ടാവുകയില്ല. അവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. ഇത് എത്രയും മനോഹരമായിട്ടുള്ള ഒരു വാക്കാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ആ സംസാരം അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, എന്താണ് ദൈവം ഈ ലോകത്തിൽ കാണിച്ച ഏറ്റവും വലിയ ജ്ഞാനം? എല്ലാം ജ്ഞാനമാണ്. ആകാശത്തിലേക്ക് നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു പോകും. എനിക്ക് തോന്നുന്നു ഒരിക്കൽ നെപ്പോളിയൻ ആണെന്ന് തോന്നുന്നു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിലുള്ള ചില ആളുകൾ, അവർ വലിയ ചിന്തകന്മാരുമൊക്കെയാണ്, അവർ ദൈവമില്ല എന്ന് പറഞ്ഞ ആ രാത്രിയിൽ ഇങ്ങനെ സന്തോഷിക്കുകയാണ്. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞു പോലും, ഒന്നുകിൽ സ്നേഹിതരെ മുകളിലേക്ക് നോക്കിയിട്ട് ദൈവം ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ കണ്ണടച്ചിട്ട് ദൈവം ഇല്ല എന്ന് പറയുക. അതിൻ്റെ അർത്ഥം ഇതാണ്, ആകാശത്തിലെ ഈ അത്ഭുതം മുഴുവൻ കണ്ടിട്ട് ഒരു ദൈവമില്ല എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാനായിട്ട് കഴിയും? എല്ലാം വിസ്മയമാണ്. ഒരിക്കൽ ഒരു പുസ്തകത്തിൽ വായിച്ച കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ഒരു ചെറിയ ഒരു പുല്ല്, ഒരു പുൽക്കൊടി മഴ പെയ്യുമ്പോൾ അത് വളർന്നു വരും. അത് വളർന്നു വന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും ആ ചെറിയ മുളയ്ക്ക് കുറച്ചുകൂടെ ബലമുണ്ടാകും. ഒരു കുഞ്ഞു മുളയാണ്, കുറച്ച് കഴിയുമ്പോഴേക്കും ബലമുണ്ടാകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ,
ഒരു പയർ മുളച്ചു വന്നാൽ ആ പയർ മുളയ്ക്കുമ്പോൾ അവിടെയുള്ള മണ്ണ് രണ്ട് വശത്തേക്കും മാറും, പൊട്ടിപ്പോവും. മണ്ണ് പൊട്ടിച്ചിട്ടാണ് ഏറ്റവും നേർമയുള്ള ആ ചെടിയുടെ മുകളിലേക്ക് വരുന്നത്. ആ ചിന്തകൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആ കരുത്താർജിച്ച മുള തിരിച്ച് ആ മണ്ണിലേക്ക് കുത്തിയിറക്ക്, നിനക്കതിന് ഇറക്കാൻ കഴിയുകയില്ല, അത് ഒടിഞ്ഞു പോകും. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഇളം ഏറ്റവും നേർത്ത ആ മുള വരുമ്പോൾ കടുത്ത മണ്ണ് 2 ഭാഗത്തേക്കും വകഞ്ഞു മാറ്റി പുറത്തു വരും. പക്ഷെ തിരിച്ചു കുത്തി ഇറക്കിയാൽ അതിറങ്ങുകയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ മനസ്സിലാക്കുക, നിന്നേക്കാൾ ജ്ഞാനിയാണ് ആ പയർ വിത്തിൻ്റെ മുളയെ മുകളിലേക്ക് വിടുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരു പയറിൻ്റെ ചെടി മുളയ്ക്കുമ്പോൾ പോലും അവൻ കാണിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ജ്ഞാനം അത് അത്ഭുതകരമായിട്ടുള്ളതാണ്. എന്നാൽ എന്താണ് ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ ദൈവജ്ഞാനം? നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരിക, ഞാൻ 1-2 വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രൂശിനെ കുറിച്ച് പറഞ്ഞു. ക്രൂശിനെ കുറിച്ച് പറഞ്ഞത്, ആ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ദൈവം വന്ന് മരിക്കുക, നിസ്സഹായനെ പോലെ മരിക്കുക, അത് മണ്ടത്തരമാണ്. നശിച്ചു പോകുന്നവർ പറയുന്നത് കാൽവറി എന്ന് പറയുന്നത് ഒരു വിവരക്കേടാണ്, ഭോഷത്വമാണ്, മണ്ടത്തരമാണ്. അങ്ങനെയാണ് അവർ പറയുന്നത്. 24-ാം വാക്യത്തിൽ പറയുന്നത് ജാതികൾക്ക് ഭോഷത്വമാണ്. ജാതികൾ എന്ന് പറയുന്നത് യവനന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അറിവ് തേടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാനികളെക്കുറിച്ച് പറയുകയാണ്. അവരുടെ മുൻപിൽ ക്രൂശ് ഭോഷത്വമാണ്, മണ്ടത്തരമാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് 24-ാം വാക്യത്തിൽ ഉള്ളത്, അവൻ ദൈവശക്തിയാണ്, അവൻ ദൈവജ്ഞാനമാണ്. 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം അടിവരയിടേണ്ട ഒരു വാക്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഇന്നും പറഞ്ഞ വാക്യങ്ങൾ മുഴുവനും സംക്ഷേപിക്കത്തക്കവണ്ണമാണ് ആ വാക്യം നിൽക്കുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. യേശുക്രിസ്തുവിനെക്കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞു. ആ ക്രിസ്തു ദൈവശക്തിയാണ്. ഞാൻ ആ വാക്യം മുഴുവനും വായിക്കാം. ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഒരാൾ പറയുകയാണ്, എനിക്ക് ദൈവശക്തിയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ മരിച്ചവനായ ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് ദൈവം പറയും, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി. ഒരാൾ പറയുകയാണ്, എനിക്ക് ജ്ഞാനമറിയണം. ദൈവം പറയുകയാണ്, നീ നോക്കിക്കേ, കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്ന ഒരുവനുണ്ട്, അവനാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം നിർത്തുമ്പോൾ നിങ്ങളോട് പറയാൻ വിചാരിക്കുന്ന കാര്യം ഇതാണ്. കാൽവറി എന്ന് പറയുന്നത് അധിക്ഷേപിക്കപ്പെട്ട ഒരു സ്ഥാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് കാൽവറിയുടെ മരണത്തിൻ്റെ 3 പ്രത്യേകതകൾ. 1, അവൻ മരിച്ചത് ഗോൽഗോഥ എന്ന മലയിൽ ആണ്, തലയോടിടം എന്ന സ്ഥലത്താണ്. തലയോടിടം എന്ന് പറഞ്ഞാൽ ദൂരക്കാഴ്ചയിൽ ആ മലയുടെ ആകൃതി ഒരു തലയോടിൻ്റെ ആകൃതി പോലെ തോന്നാം. ഒരു തലയോട് വെച്ചതുപോലെ കാൽവറി തോന്നും. 2-ാമത്തെ ആശയം, തലയോടുകൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ശ്മശാന സ്ഥലമാണ്, ഒരു സെമിത്തേരിയാണ്. തലയോടുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നാം ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലം, ഏറ്റവും മോശമായ ഒരു സ്ഥലം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിൻ്റെ വിലയേറിയ പുത്രൻ്റെ യാത്ര അവസാനിക്കുന്ന രംഗം എന്ന് പറയുന്നത് ലോകത്തിലേക്കും മോശമായ സ്ഥലമായ ഗോൽഗോഥായിലാണ്, തലയോടിടം എന്ന സ്ഥലത്താണ്. 2-ാമത്, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരെക്കുറിച്ച് പറയുന്നത് ദുഷ്പ്രവർത്തിക്കാർ, അധർമ്മികൾ എന്നൊക്കെയാണ്.
നമുക്കറിയാം, ഒരാളെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ട് അവസാനമായിട്ട് അവരോട് ചോദിക്കുക, നിന്നെ വിധിക്കാൻ പോകുകയാണ്, നിനക്ക് അഭിപ്രായം വല്ലതുകൊണ്ടോ, നിനക്കെന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അവർ പറയുന്ന കാര്യം, ഈ ശിക്ഷയ്ക്ക് ഞാൻ അർഹനല്ല, എന്നെ കൊല്ലേണ്ട കാര്യമില്ല, എൻ്റെ ന്യായം നിങ്ങൾ കേട്ടിട്ടില്ല, എനിക്ക് ന്യായം കിട്ടിയിട്ടില്ല, ഞാൻ മരിക്കാൻ ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്ന ആ കള്ളന്മാരോട് ചോദിക്ക്, അവർ പറയുന്ന വാക്ക്, ഈ ശിക്ഷ ന്യായമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരിക്കാൻ അർഹരായവരാണ്. ലോകത്തിലേക്കും നീചന്മാരായ, വിടുവിക്കപ്പെടുവാൻ അവർക്ക് തന്നെ അവകാശമില്ലെന്നറിയാവുന്ന രണ്ട് നീചന്മാരുടെ നടുവിലാണ് അതിപരിശുദ്ധനായ ദൈവകുഞ്ഞാട് മരിക്കുവാനിടയായത്. മൂന്നാമത്, അവൻ്റെ മരണവിധം എന്ന് പറയുന്നത് ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നീചമായ വധരീതിയാണ്, ക്രൂശീകരണം എന്ന് പറയുന്നത്. ക്രൂശീകരണത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത്, ഇത് പ്രാചീന കാലത്തുണ്ടായിരുന്നു. ഫിനീഷ്യർ എന്ന് പറയുന്ന ഒരു പ്രാചീന വർഗമാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. എന്നാൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്തും അത് കഴിഞ്ഞ് റോമൻ സാമ്രാജ്യത്തിലേക്ക് വന്നപ്പോൾ വളരെ വ്യാപകമായി ക്രൂശീകരണം നടക്കുവാനിടയായി. എന്നാൽ റോമൻ പൗരന്മാരെ ക്രൂശിക്കാറില്ല, അടിമകളെ അല്ലെങ്കിൽ റോമൻ പൗരന്മാരല്ലാത്തവരെയാണ് ക്രൂശിക്കാറുള്ളത്. വളരെ നീചമായിരിക്കുന്ന ഒരു വധരീതിയാണ്. ആ വധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആണികളിൽ തൂങ്ങി നിൽക്കുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത് പല രീതികളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റത്തടിയിൽ ക്രൂശിക്കുമായിരുന്നു. ഒരു തടി, അതിനകത്ത് കൈ ഇങ്ങനെ വെച്ച് ആളെ തൂക്കി കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാലുകളിൽ ആണിയടിക്കും, കൈകളിൽ ആണിയടിക്കും. എന്നാൽ പിന്നീട് വന്നപ്പോൾ ഈ ശിഖരം തിരിഞ്ഞു വരുന്ന വൈ പോലെയുള്ള മരക്കമ്പുകൾ ഉപയോഗിക്കും. കൈ ഇങ്ങനെ വെച്ചിട്ട് ആണിയടിക്കുക, കാലിലും ചേർത്ത് ആണിയടിക്കുക, അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയൊക്കെ പിന്നാലെ വന്നതാണ്. അതായത് ഒരു അധിക ചിഹ്നത്തിന് അല്പം നീളം കൂട്ടിക്കൊടുക്കുന്ന പോലുള്ള ഒരു രൂപം പിന്നെ വന്നതാണ്. എന്തുമാകട്ടെ, ആൾ ആണിയാൽ തറയ്ക്കപ്പെട്ട് കിടക്കുകയാണ്, കാലിലും ആണിയുണ്ട്, ആ രക്തം ഒഴുകുന്നു, അവർ പരിക്ഷീണരാണ്, അവർ നിരാശരാണ്. അങ്ങനെ കുറച്ചു നേരം കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ശ്വാസമെടുക്കാനായിട്ട് പ്രയാസമുണ്ടാകും. ശ്വാസമെടുക്കാൻ പ്രയാസമാകുമ്പോൾ ചെയ്യുന്ന കാര്യം, അവർ ആ കാലിൽ ഊന്നാൻ തുടങ്ങും, ആ ആണിയിൽ അവർ ഊന്നി നിൽക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന ഭയങ്കരമായ പ്രത്യേകത എന്ന് പറയുന്നത്, ഞരമ്പുകൾ മുഴുവനും വലിഞ്ഞു മുറുകാൻ തുടങ്ങും. അപ്പോൾ നാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെടുന്നവന് ചെയ്യാൻ കഴിയാതെ വരും. അതായത് ഈ ഡയഫ്രം, ഉദരഭിത്തി ചലിപ്പിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോഴേക്കും ശരീരത്തിലെ ചെറിയ രക്തധമനികൾ പൊട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ ആന്തരികമായ രക്തസ്രവം ഉണ്ടാകുവാനിടയാകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും മരണത്തിൻ്റെ തണുപ്പ് ആ ശരീരത്തെ ബാധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് മരണമുണ്ടാകുന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. ക്രൂശീകരണം ഈ ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നീചമായ മരണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കർത്താവിൻ്റെ കാൽവറിയിലെ മരണം 3 പരമാവധികളാണ്. ഒന്ന്, അവൻ മരിച്ചത് ലോകത്തിലേക്കും നീചമായ സ്ഥലത്താണ്, ഗോൽഗോഥ എന്ന് പറയുന്ന തലയോടിട മലമുകളിലാണ്. അവനോടുകൂടെ മരിച്ചവർ ലോകത്തിലേക്കും നീചന്മാരാണ്. 2 ദുഷ്പ്രവൃത്തിക്കാരുടെ നടുവിൽ അവൻ മരിക്കുവാനിടയായി. മൂന്നാമത്തെ കാര്യം, അവൻ മരിക്കുന്നത് ക്രൂശിലാണ്. ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള മരണമാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ദൈവപുത്രൻ മരിക്കുമ്പോൾ അവനെ ക്രൂശിൽ തറച്ചത് നമ്മുടെ സമയം പറഞ്ഞാൽ രാവിലെ 9 മണിക്കാണ്. നമ്മുടെ സമയപ്രകാരം രാവിലെ 9 മണിക്ക് ക്രൂശിൽ തറച്ചു. വൈകുന്നേരം 3 മണിയായപ്പോൾ അവൻ മരിക്കുവാനിടയായി. 6 മണിക്കൂറാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയമാണ്. എന്നാൽ ആ കാൽവറിയുടെ മരണത്തിൻ്റെ പകുതി ഭാഗം, അതായത് 12 വരെയുള്ള സമയം ലോകത്തിന് അവനെ കാണാമായിരുന്നു. ആർക്കും അവനെ കാണാം. അവർ പരിഹസിക്കുമായിരുന്നു. നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, കടന്നു പോകുന്നവർ അവനെ പരിഹസിച്ചു എന്നൊക്കെ വായിക്കുന്നുണ്ട്. അവർക്ക് കാണാമായിരുന്നു. എന്നാൽ 12 മണി സമയമായപ്പോൾ നാം വായിക്കുന്നത്, ദേശത്ത് വലിയ അന്ധകാരമുണ്ടായി. ഒരു സുവിശേഷത്തിൽ വായിക്കുന്നത് സൂര്യൻ ഇരുണ്ടുപോയി എന്നാണ്. അതായിരിക്കും ശരി. സൂര്യൻ ഇരുണ്ടുപോയി, വലിയ അന്ധകാരത്തിലേക്ക് ലോകം താഴുവാൻ ഇടയായി. അവിടെ പിന്നെ നടന്നത് എന്താണെന്ന് ഈ ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. കോപാകുലനായ ദൈവത്തിൻ്റെ മുൻപാകെ
ഒരു പാപി നിൽക്കുകയാണ്, അല്ലെങ്കിൽ പാപിയുടെ പ്രതിനിധി നിൽക്കുവാൻ ഇടയാകുകയാണ്. നമുക്കറിയാം, പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി എന്ന് പറയുന്നത് അത്യന്തം ഭയങ്കരമാണ്. നിങ്ങൾക്കത് അറിയാവുന്ന കാര്യമാണ്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്: പാപത്തെ ന്യായം വിധിക്കുമ്പോൾ മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ കണികകൾക്ക് പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി താങ്ങാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ എന്നേക്കുമുള്ള പാപങ്ങളെ മുഴുവനും, സകല മനുഷ്യവർഗത്തിൻ്റെയും അനന്തമായ ന്യായവിധി മുഴുവനും ആ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ നിഷ്കളങ്കനായ ഒരുവന്റെ മേൽ ആഞ്ഞു പതിച്ചാൽ അവൻ എങ്ങനെ തകരാതെ വരും? അതുകൊണ്ടായിരിക്കാം അവൻ ആ മരണസമയത്ത് പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താണ്? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ഭയാനകത മുഴുവനും നിഷ്കളങ്ക ശരീരത്തിന്മേൽ ദൈവം പകരുകയായിരുന്നു. ലോകത്തിലാരും ആ വേദന കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രൂശുമായിട്ട് പോകുന്നത് കണ്ടിട്ടതിന് യെരുശലേം കന്യകുമാര് വാവിട്ട് കരഞ്ഞുപോയി. നിരന്തരം കാണുന്ന കാഴ്ചയാണത്. പക്ഷേ ആ വെള്ളിയാഴ്ച രാവിലെ പലസ്തീനിന്റെ തെരുവിലൂടെ പോകുന്ന ആ യാത്ര കണ്ടിട്ട് അവർ കരഞ്ഞുപോയി. അതെന്തൊരു യാത്രയാണ്! ഒരു ചരിത്രകാരൻ പറഞ്ഞതുപോലെ, ദൈവകുഞ്ഞാട് നടന്നു പോകുന്ന വഴികൾ അല്പം മണിക്കൂറുകൾ കഴിഞ്ഞാലും തെളിഞ്ഞു കാണാം. കാരണം ചോര വീണ് നനഞ്ഞ മണ്ണിലൂടെയാണ് അവൻ ആ മലമുകളിലേക്ക് പോകുന്നത്. പാപത്തിൻ്റെ ശിക്ഷയാകുന്ന കുരിശും വഹിച്ചുകൊണ്ട് അവൻ പോവുകയാണ്. ലോകം പറയുന്നത് മണ്ടത്തരമായി പോയി, അങ്ങനെ മരിക്കേണ്ട കാര്യമില്ല. എന്തിനാ ദൈവം മനുഷ്യനായി വന്നത്? എന്തിനാ പാപിയുടെ പ്രായശ്ചിത്തമായിട്ട് മരിച്ചത്? എന്തിനാ ശാപകരമായ മരണമേറ്റെടുത്തത്? അങ്ങനെ പിശാചും ലോകവും പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ധൈര്യമായിട്ട് പറയട്ടെ, നിത്യജ്ഞാനിയായ ദൈവം പറയുകയാണ്, കാൽവറിയിലെ ക്രൂശാണ് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത്. നരകാവകാശിയായ പാപിയെ അനന്ത മഹത്വത്തിലേക്ക് സ്വീകരിക്കുവാൻ ദൈവം സംവിധാനം ചെയ്തതാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. വിസ്മയകരമാണ്. ദൈവജ്ഞാനമായ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഞാൻ ഈ നാളുകളൊക്കെ ഓർക്കാറുണ്ട്, സുവിശേഷ പ്രസംഗം എന്ന പേരിൽ നടത്തപ്പെടുന്ന പല യോഗങ്ങളിലും ക്രൂശ് അന്യമാണ്. ക്രൂശ് ഇല്ല, കാൽവറി ഇല്ല. ദൈവപുത്രൻ്റെ മരണം വിഷയമല്ല. അവിടെ നടക്കുന്നത് മുഴുവനും വേറെ ചില കാര്യങ്ങൾ പറയുക, ക്രിസ്തുവിനാൽ ലഭിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോകുക. അവനെ ഉയർത്തി കാണിക്കുന്നില്ല. ദൈവപുത്രൻ മറയപ്പെട്ടു പോവുകയാണ്. കാൽവരിയുടെ സാധ്യത പറയുന്നില്ല. നരകാവകാശിയായ പാപിക്ക് വിമോചനം കൊടുക്കാൻ കഴിയുന്നില്ല. തലവേദന മാറ്റുകയോ കാലുവേദന മാറ്റുകയോ അല്ലെങ്കിൽ വയറുമ്പരത്തിന് പ്രയാസം മാറ്റിയെന്നോ ഒക്കെ പറയുന്നതാണ് വലിയ കാര്യമായിട്ട് പറയുന്നത്. എന്നാൽ കുറ്റവാളിയായി എന്നെ രക്ഷിക്കുവാൻ ദൈവപുത്രന്റെ ചങ്കിലെ ചോര അവൻ ഊറ്റി എന്ന് പറയുന്ന ആ സന്ദേശമാണ് ലോകത്തിന് നൽകേണ്ടത്. അങ്ങനെയല്ലേ പണ്ടൊക്കെ കൺവെൻഷൻ നോട്ടീസുകൾ അടിക്കുന്ന ഒരു വാക്യമാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. പൗലോസ് പറയുകയാണ്, അവനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു. കഴിഞ്ഞ ആഴ്ച ഉദ്ധരിച്ച വാക്യമുണ്ട്, അവനിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുകയാണ്. ദൈവജ്ഞാനത്തിൻ്റെ ആളത്വമായ ഒരു വ്യക്തി, അവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ക്രൂശ് നമ്മുടെ മുൻപാകെ നിൽക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. എന്തുമാത്രം ആളുകളാണ് അവിടെ വന്ന് രക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നത്, കോടാനുകോടികൾ അല്ലേ? നിശ്ചയമായിട്ടും ഞാനിപ്പോഴും ഓർക്കുന്നു, ചില വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷന് പോയപ്പോൾ ആ പ്രസംഗത്തിന് വിളിച്ചവർ സഹോദരന്മാർ പറഞ്ഞു, ബ്രദറെ 3 രാത്രിയാണ് കൺവെൻഷൻ, 3 രാത്രിയും പ്രസംഗത്തിന് മുൻപ് സാക്ഷ്യങ്ങളുണ്ട് ഓരോരുത്തരുടെ. അത് കഴിഞ്ഞാണ് ബ്രദർ പ്രസംഗിക്കേണ്ടത്. തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള മുക്കോലയ്ക്കൽ സ്കൂളിലാണ് കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്, 3 പേരും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകളാണ്. ആദ്യത്തെ ദിവസം ഒരാൾ വന്നു, ഞാൻ അയാളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞാൻ ആ യോഗത്തെ സംബന്ധിച്ചു ആളെ മനസ്സിലാക്കിയതുമാണ്. രണ്ടാമത്തെ യോഗത്തിന് സാക്ഷ്യം പറയാമെന്ന് ഗീതാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇടുക്കിയിൽ കഞ്ചാവ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
ഏതോ ഒരു ആദിവാസി ഒറ്റിക്കൊടുത്തു എന്നുള്ള സംശയത്തിൽ അയാളെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അങ്ങനെ പിടിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന കാലത്താണ് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടാനിടയായത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് രണ്ടാമത്തെ രാത്രി ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ രാത്രി സാക്ഷ്യം പറയാനുള്ള ആൾ കുറച്ച് നേരത്തെ വന്നു. ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് അവിടെയുള്ള KM ജോർജ് ചായൻ്റെ ഭവനത്തിൽ ചായ കുടി കഴിഞ്ഞിരുന്നപ്പോൾ യോഗത്തിൽ പോകുന്ന സമയമായി. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയമുണ്ട്. അങ്ങനെ ഞാനും അദ്ദേഹം കൂടെ പ്രാർത്ഥിക്കാനിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തീരുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അപ്പുറത്ത് കൺവെൻഷൻ്റെ സ്ഥലത്ത് പാട്ട് കഴിഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ബ്രദറെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് ഞങ്ങൾ ആ യോഗസ്ഥലത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബ്രദറെ, എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ പ്രാർത്ഥിച്ചാൽ നിർത്താൻ അറിയാൻ പാടില്ല. എനിക്കതുപോലെ വികാരമാണ്, എനിക്കതുപോലെ വേദനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ചെന്ന് ചേർന്നപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ ഒരു ജനക്കൂട്ടം, അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 7000-നും 8000-നും ഇടയ്ക്ക് ജനക്കൂട്ടം അന്ന് രാത്രി പ്രസംഗം കേൾക്കാനായിട്ട് വന്നിട്ടുണ്ട്. സാക്ഷ്യം പറയാനായിട്ട് ഈ മനുഷ്യൻ കയറി നിന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈകൾ ഇന്ന് വെള്ളക്കൈകളാണ്, പക്ഷെ കുറച്ച് വർഷം മുമ്പ് ഇതിൻ്റെ നിറം ചുവപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചുരുക്കമായിട്ട് പറയുകയാണ്, ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്, പക്ഷേ എൻ്റെ വഴി വളരെ മോശമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാൻ ജീവിച്ചത് അവിഹിതമായ നിലയിലാണ്. പണം വേണമായിരുന്നു, പണമില്ലാതെ വന്നു. ഞാൻ കളവ് ചെയ്തിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും തികയാതെ വന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അതിപ്രശസ്തരായിരിക്കുന്ന ആളുകളുടെ മക്കളാണ്. അവസാനം ഞാൻ പറഞ്ഞു, പണമുണ്ടാക്കാൻ മാർഗമുണ്ട്, നമുക്ക് തിരുവല്ലായിലേക്ക് പോകാം. എൻ്റെ അച്ചായനും അമ്മാമ്മയും അവിടെ ഉണ്ട്. അങ്ങനെ മദ്രാസിൽ നിന്ന് എൻ്റെ സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് തിരുവല്ലായിൽ വന്നു. രാത്രി വന്നപ്പോഴേക്കും പറഞ്ഞു, അയ്യോ മോൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാര്യയും ഭർത്താവും കൂടെ സ്വീകരിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കൃത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പ്രയാസം വന്നപ്പോൾ എൻ്റെ അമ്മാമ്മ എൻ്റെ അടുക്കലിരുന്ന്, എടാ ചെറുപ്പത്തിൽ എത്ര ഉരുളയാ വായിൽ വെച്ച് തന്നത് എന്ന് പറഞ്ഞ് അത് ഓർപ്പിച്ച് എൻ്റെ വായിലേക്ക് അമ്മാമ്മ ചോറ് ഉരുട്ടി വെച്ച് തന്നു. അദ്ദേഹം പക്ഷേ ഞാനൊരു പൈശാചികനായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ പണം ആവശ്യപ്പെട്ടപ്പോൾ അവർ തരികയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ടാണ് അവരെ കുത്തിയത്. രണ്ടുപേരും എൻ്റെ കൈകളിൽ ഇരുന്ന് പിടഞ്ഞ് മരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്, റെനി ജോർജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. കരിക്കൻവില്ല ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, എൻ്റെ കൈകളുടെ നിറം ഇന്ന് ചുവന്നതല്ല, എന്നെ മാറ്റാനായിട്ട് പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല, ഞാൻ ഏറ്റ മർദ്ദനങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. എന്നെ ഉപദേശിച്ച ആളുകൾ പലരുമുണ്ട്, പക്ഷേ കഴിഞ്ഞില്ല. എൻ്റെ കൈകൾ മുഴുവൻ ശോണവർണ്ണമണിഞ്ഞതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നാൽ ഒരിക്കൽ കാൽവറിയിലെ ക്രൂശിൽ മരിച്ചവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ പരിശുദ്ധമായ രക്തത്താൽ എന്നെ കഴുകി, എന്നെ ശുദ്ധീകരിച്ചു, ഞാനൊരു ദൈവ പൈതലായിട്ട് മാറി. ക്രൂശ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സാധ്യത അതാണ്. അവഗണിക്കപ്പെടുന്ന ഭാവിയെ, നിരാശയിൽ ജീവിക്കുന്ന ഭാവിയെ, എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു കുറ്റവാളിയെ ദൈവപുത്രന്റെ ഹൃദയരക്തത്താൽ അവൻ ശുദ്ധീകരിക്കുന്നവനാണ്. ക്രൂശ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ആ ചിന്ത ബാധിക്കട്ടെ. ശരിയായ നിലയ്ക്ക് രക്ഷിക്കപ്പെടാത്ത, പാപമോചനം പ്രാപിക്കാത്ത, ദൈവമക്കളാകാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, അവനാണ് ദൈവജ്ഞാനം. നിന്റെ പണം വേണ്ട, തീർത്ഥയാത്ര വേണ്ട, നേർച്ച കാഴ്ചകൾ വേണ്ട, ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ആരുടെ മുൻപിൽ മുട്ടുകുത്തണ്ട, മരണം വരെ പ്രാർത്ഥിക്കണ്ട, മരണാനന്തരം പ്രാർത്ഥിക്കണ്ട. ഇന്ന് രാത്രി രക്ഷിക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ മുൻപാകെ നിന്ന് എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ട് അവനെ കർത്താവായി സ്വീകരിച്ചാൽ ഇന്ന് രാത്രി ഇവിടം വിടുന്നത് നീ ഒരു വിശുദ്ധനായിട്ടായിരിക്കും. അതാണ് ക്രൂശിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് ദൈവജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായ കാൽവറി എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ ദൈവത്തിൻ്റെ ശക്തിയാണ്, അവൻ ദൈവജ്ഞാനമാണ്. ആ പുത്രനെ നമുക്കായി തന്ന ദൈവത്തിന് 1000 സ്തോത്രം ചെയ്തുകൊണ്ട്
ഞാൻ ഇന്ന് രാത്രി സന്ദേശം അവസാനിപ്പിക്കുന്നു. അവന്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.